ആണ് ഇപ്പോൾ നമ്മോടൊപ്പം മോഹൻ വർഗീസ്, നമ്മോടൊപ്പം നയതന്ത്ര വിദഗ്ധൻ, വിദേശകാര്യ വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുകയാണ്. സാമൂഹ്യ നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന തിരിച്ചടി ഉണ്ടല്ലോ, രണ്ട് മണിയോടുകൂടിയാണ് തിരിച്ചടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം പ്രഹരശേഷി നൽകുന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം? 9 ഇടങ്ങളിൽ പാകിസ്ഥാന്റെ ഭൂമിയിൽ കടന്നു കയറി ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നത് ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. തീർച്ചയായും കര, വ്യോമ, നാവിക സേനയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ തിരിച്ചടി ഈ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ജയ്ഷെ മുഹമ്മദിന്റെയും അതുപോലെ ലഷ്കർ ഇ തൊയ്ബയുടെയും കേന്ദ്രങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചുൻ ചുൻ കർ മാരേഗ എന്ന് പറയുമ്പോൾ തിരഞ്ഞു പിടിച്ച് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന പ്രതീകാത്മകമായ നടപടി, ശക്തവും എന്നാൽ പ്രതീകാത്മകവുമായ നടപടിയാണ്. കാരണം സൈന്യം 1999 ശേഷം നേരിട്ട് അതിർത്തിയിൽ വെടിവെപ്പുണ്ടായില്ലെന്നല്ല, നേരിട്ട് ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറിയിട്ടില്ല. അതുകൊണ്ട് ഭീകര ആക്രമണങ്ങളാണ് നിരന്തരം സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഭീകരതയുടെ കടക്കൽ തന്നെ കത്തിവെക്കത്തക്ക രീതിയിലുള്ള ആക്രമണം സജ്ജീകരിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്, സൈനിക നേതൃത്വത്തിന്, ഇന്ത്യൻ രാഷ്ട്രത്തിന് ഇച്ഛാശക്തി ഉണ്ടായി എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ പഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞ 26 കുടുംബങ്ങൾക്ക് അവർക്ക് തീർച്ചയായും ഉള്ള ന്യായമായ ഒരു പ്രതികരണം ഇന്ത്യ നടത്തി എന്ന് ചിന്തിക്കാം. അതുകൊണ്ട് രാജ്യത്തെ ജനത ഒരു രാജ്യം മുഴുവൻ തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടിക്ക് വേണ്ടി, ഇങ്ങനെ ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ന്യായമായ ഒരു പ്രതികരണം നടത്തി എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സംസാരം. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് തീർച്ചയായും ഭാരത് മാതാ കി ജയ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ്. കാരണം ഒരു ദൗത്യം നിറവേറ്റി എന്ന രീതിയിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സൂചനകൾ. ഇന്ത്യൻ സൈന്യം കൃത്യമായ ആസൂത്രണത്തോടുകൂടി പ്രവർത്തിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര രംഗം ഉണർന്ന് പ്രവർത്തിച്ചു. കാരണം വലിയൊരു എസ്കലേഷനിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരു വെർട്ടിക്കൽ എസ്കലേഷൻ സംഭവിച്ചു. ഇരുപക്ഷത്തും ഒരു ആർമമെന്റ് ബിൽഡപ്പ്, പ്രിപ്പയർഡ്നെസ് എല്ലാം ഉണ്ടായി. അതൊരു വെർട്ടിക്കൽ ഒരു രീതിയിലുള്ള ഒരു എസ്കലേഷനാണ്. അതേസമയം ഹൊറിസോണ്ടൽ എസ്കലേഷൻ നടക്കുന്നില്ല എന്നുകൂടി ഉറപ്പുവരുത്തേണ്ട ഒരു ചുമതലയുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരുന്നില്ല. നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേറെ രാജ്യങ്ങൾ വന്നു, ശരിയാണ്. പക്ഷെ യുദ്ധക്കളത്തിലേക്ക് രാജ്യങ്ങൾ വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ആഗ്രഹിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം 2 ന്യൂക്ലിയർ പവേഴ്സ് തമ്മിലുള്ള യുദ്ധത്തിൽ മറ്റ് കക്ഷികൾക്ക് അവിടെ സ്ഥാനമില്ല. പാകിസ്ഥാൻ മറുപക്ഷത്ത് ആഗ്രഹിക്കുന്നത് ചൈന ഉൾപ്പെടെയുള്ള ശക്തികൾ ഈ യുദ്ധരംഗത്തേക്ക് കടന്നു വരണം എന്നാഗ്രഹിച്ചുകൊണ്ടുള്ള നയതന്ത്ര നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. അതിനുള്ള ശ്രമങ്ങൾ ശ്രീ മോഹൻ വർഗീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അനുസരിച്ചാണെങ്കിൽ വി സ്ട്രോങ്ലി കണ്ടെയിം ഇന്ത്യസ് cowardly action which is a flagrant violation of the UN chapter international law and established norms of interstate relations എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇന്റർനാഷണൽ സമൂഹത്തിന് മുൻപാകെ, ഞങ്ങളുടെ പരമാധികാരത്തിന് മുൻപാകെയുള്ള കടന്നുകയറ്റം എന്താ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്കറിയാമല്ലോ, നമ്മുടെ അവസ്ഥകൾ നമ്മൾ നേരത്തെ ബോധ്യപ്പെടുത്തിയതാണ്. മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ റിറ്റാലിയേഷൻ, നമ്മുടെ തിരിച്ചടി സംബന്ധിച്ച് നമുക്കും ഒരു ബോധ്യമുണ്ട്. നമുക്ക് ഇന്റർനാഷണൽ സമൂഹത്തിന് മുൻപാകെ നമുക്ക് അറിയിക്കാൻ പരുവപ്പെട്ട ഒരു അന്തരീക്ഷമല്ലേ നമ്മൾ സാധ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാന്റെ ഈ വിലാപത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം ശ്രീ മോഹൻ വർഗീസ്? 2 രീതിയിലാണ് അതിനെ കാണേണ്ടത്. ഇന്ത്യ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ. അപ്പൊ ഈ സിന്ധൂര പുലരിയിൽ 9 കേന്ദ്രങ്ങളിൽ തിരിച്ചടി നടത്തി എന്ന് ഇന്ത്യ ക്ലെയിം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അത് അഗ്രഷൻ ആണ് എന്നാണ്. കാരണം പാകിസ്ഥാൻ നടത്തിയ ഒരു ആക്രമണം പാകിസ്ഥാൻ അംഗീകരിക്കുന്നതേ ഇല്ല. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള ഒരു സാന്നിധ്യവും റോളും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പാകെ പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഏകപക്ഷീയമായ ആക്രമണമാണ് ഇന്ത്യ ഇപ്പോൾ അങ്ങോട്ട് നടത്തിയിരിക്കുന്നത് എന്ന ഒരു നറേറ്റീവ് കൊടുക്കാനേ പാകിസ്ഥാൻ തയ്യാറാകൂ. അങ്ങനെയെങ്കിൽ UN ചാർട്ടറിന്റെ 5ാമത്തെ ഒരു ആർട്ടിക്കിളിന്റെ വയലേഷനാണ്. അതായത് ഒരു രാജ്യം ആക്രമണ വിധേയമായാൽ, ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നു പാകിസ്ഥാൻ ആക്രമണ വിധേയമായിരിക്കുന്നു, പാകിസ്ഥാന്റെ ഭൂമിയിൽ 9 ഇടത്ത് ആക്രമണം നടന്നിരിക്കുന്നു എന്ന മുറവിളിയാണ്, എന്ന പരിവേദനമാണ്, എന്ന വിലാപമാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. UN ചാർട്ടറിൽ 5ാമത്തെ അനുച്ഛേദം പറയുന്നത് അങ്ങനെയാണ്. ഒരു രാജ്യം ആക്രമണ വിധേയമായാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി തിരിച്ചടിക്കാൻ അവകാശമുണ്ട്.
എന്നതാണ്. അത് മാത്രമല്ല കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിക്കാൻ ലോകം തയ്യാറാകണം എന്നും പാകിസ്ഥാൻ പറയും. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണ വിധേയമായിരിക്കുന്നു എന്നത് മാത്രമാണ്. പക്ഷെ ഇത് പ്രത്യാക്രമണം മാത്രമാണ്, ആക്രമണ വിധേയമായതല്ല. അതിന്റെ സാഹചര്യം എന്താണ് എന്നത് വ്യക്തമായി ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യ കഴിഞ്ഞ രണ്ടാഴ്ച ഇന്ത്യയുടെ പ്രതിരോധമാണ്. അതായത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മൾ എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ബോധ്യപ്പെടുത്തി ഇന്റർനാഷണൽ ട്രീറ്റീസ്, അതായത് വ്യവസ്ഥ UN-നുമായിട്ട് ബന്ധപ്പെട്ടായാലും നമ്മൾ അവരെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം UN സെക്രട്ടറി ജനറൽ അപലപിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളിലും അവസരങ്ങൾ ഒന്നുമില്ലാതെ ഒരു രാഷ്ട്രത്തിന്റെയും അവസരങ്ങൾ യുദ്ധം ഒരു ഉന്മൂലനത്തിൻ്റെതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനപ്പുറത്തേക്ക് പ്രതിരോധം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തുന്നു. അപ്പോൾ ഈ ഒരു തിരിച്ചടി ആ നിലയ്ക്ക് നമ്മൾ കാണാൻ കഴിയും. നമ്മൾ സിവിലിയൻസിനെ ആരെയും നമ്മൾ ലക്ഷ്യമിട്ടിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ പാകിസ്ഥാന്റെ ആർമി പോലും നമ്മൾ ലക്ഷ്യമിട്ടിട്ടില്ല. നമ്മുടെ ഭീകരതയുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രഹരശേഷി എത്രത്തോളം വലുതാണ് ശ്രീ മോഹൻ വർഗീസ്? ഈ സെലക്ഷൻ ഓഫ് ദ ടാർഗറ്റ്സ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഡാം ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സിവിലിയൻ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു കേന്ദ്രം ആക്രമിക്കുന്നു എങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ്, ഹ്യൂമൻ കാഷ്വാലിറ്റിയാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാത്രി സമയമാണ്, രാത്രി 2 മണി സമയമാണ്. അവിടെ എല്ലാവരും നിദ്രയിലാണ്. അങ്ങനെയെങ്കിൽ ഭീകര ക്യാമ്പുകൾ ഉണർന്നു പ്രവർത്തിക്കുന്ന ഭീകര ക്യാമ്പുകളുടെ നേരെ മാത്രമായി ആക്രമണം വിട്ടു. അത് 2019 നടന്നതും സമാനമായ രീതിയിൽ തന്നെയാണ്. ബാലക്കോട്ടെ ആക്രമണം സൂചിപ്പിക്കുന്നത് ജയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകളിലാണ് അന്നും ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും, അതായത് ഹഫീസ് സയ്യിദിന്റെ ലഷ്കർ ഇ തോയ്ബയും മസൂദ് അസറിന്റെ ജയ്ഷെ മുഹമ്മദും, ഇത് രണ്ടും തന്നെ ഒരേപോലെ തന്നെ ഇന്ത്യക്ക് ഭീഷണിയായ വിവിധങ്ങളായ ആക്രമണങ്ങൾ. മോഹൻ വർഗീസ് നോക്കൂ, കാരണം വെച്ചാല് ഈ ലഷ്കറിനെ സംബന്ധിച്ചോളം, ലഷ്കർ ഇ തോയ്ബയെ സംബന്ധിച്ചോളം നൽകുന്ന, അല്ലെങ്കിൽ അതൊരു ആഗോള ഭീകര സംഘടനയായിട്ട് UN അടക്കം പ്രഖ്യാപിച്ചതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ഒരു അന്താരാഷ്ട്ര ഒരു ഭീകര കേന്ദ്രത്തിലേക്കാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യക്ക് മാത്രമുള്ള അല്ലെങ്കിൽ ഒരു മുറിവേൽപ്പിക്കുന്നതല്ല, ലോകസമാധാനത്തിനെതിരെ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട സംഘടനകൾക്കെതിരെയാണ് നമ്മൾ, അല്ലെങ്കിൽ 2 ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കെതിരെയാണ് നമ്മൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതെ, ഫൈറ്റ് അഗൈൻസ്റ്റ് ഗ്ലോബൽ ടെറർ എന്ന് പറയുമ്പോൾ, അത് ഗ്ലോബൽ ടെറർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടന എന്നതല്ല. ഇതിന്റെ പേരുകൾ ഇതൊരു വലിയൊരു കൺസോർഷ്യത്തിന്റെ, ഗ്ലോബൽ കൺസോർഷ്യത്തിന്റെ പാകിസ്ഥാനിലെ പതിപ്പാണ്. ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള പാകിസ്ഥാനിലെ പതിപ്പാണ് ലഷ്കർ ഇ തോയ്ബയും ജയ്ഷെ മുഹമ്മദും ഹർക്കത്തുൽ മുജാഹിദീനും ഹിസ്ബുൾ മുജാഹിദീനും ഒക്കെ. ഇതാ ഒരു ടെറർ നെറ്റ്വർക്കിന്റെ ഭാഗം എന്ന നിലയിൽ ലോകം ഭീകര സംഘടനകളായി അംഗീകരിച്ച 2 സംഘടനകൾ, ആ സംഘടനകളുടെ താവളങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തുമ്പോൾ ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഭാരതത്തിന്റെ റോള് വഹിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അല്ലാതെ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചു എന്നത് പാകിസ്ഥാൻ കൊടുക്കുന്ന ഒരു നറേറ്റീവാണ്. ഇത് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഭീകര താവളങ്ങൾ എന്ന് പറയുമ്പോൾ ഭീകരരുമായി പാകിസ്ഥാന് യാതൊരു ബന്ധവുമില്ല എങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾക്ക് ഭീകരരുമായി യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഏതോ ഒരു ഭീകര താവളത്തിലാണ് ആക്രമണം നടന്നത് എന്ന് പറയട്ടെ. അല്ല എങ്കിൽ പാകിസ്ഥാന് തുറന്നു സമ്മതിക്കേണ്ടി വരും ജയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ ഇ തോയ്ബയും മറ്റ് ഭീകര ഗ്രൂപ്പുകളെയും നട്ട് നനച്ച് വളർത്തുന്നത് തങ്ങളാണ് എന്ന് പറയേണ്ടി വരും പാകിസ്ഥാന്. അപ്പൊ ഇതുകൊണ്ട് പാകിസ്ഥാനും ഒരു വൈതരണിയിലാണ്. കാരണം ഈ ലഷ്കർ ബന്ധം എന്ന് പറയുമ്പോൾ അവിടെയാണ് ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിലെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് നേരിട്ട് ഇന്ത്യയെ കുറ്റപ്പെടുത്താനാവാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വരും. അതുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു നിരക്കിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, കഴിഞ്ഞ 10-12 ദിവസം ഇന്റൻസ് ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ വിഷയം പാകിസ്ഥാൻ കൊണ്ടുപോയപ്പോഴും 15 അംഗ ഐക്യരാഷ്ട്ര സഭയിലെ സെക്യൂരിറ്റി കൗൺസിലിൽ 5 സ്ഥിര അംഗങ്ങളിൽ 4 സ്ഥിര അംഗങ്ങളുമായി നിരന്തരം ചൈന ഒഴിച്ചുള്ള മറ്റ് 4 സ്ഥിര അംഗങ്ങളുമായി ഈ കാര്യത്തിൽ അതിശക്തമായ ആശയവിനിമയം അവസാന നിമിഷവും ആ ഒരു സമ്മേളനം തുടങ്ങുന്ന കഴിഞ്ഞ രാത്രി 12 മോഹൻ വർഗീസ് ഒന്ന് തുടരണം. നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി നമുക്ക് തേടേണ്ടതുണ്ട്.